Hi dear friends, welcome to my channel Nest by Roops. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പാവ് ഭാജി. അപ്പോൾ അതിൻ്റെ ഭാജി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിക്കുകയാണ്. അതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. സമയം തന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാപ്സിക്കം, തക്കാളി, ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം. അപ്പോൾ നമ്മുടെ ജീരകം പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എനിക്കിങ്ങനെ വെറൈറ്റി ഡിഷസൊക്കെ കഴിക്കാനും അത് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും ട്രൈ ചെയ്യുന്നത് സക്സസ് ആവണമെന്നില്ല, ചിലപ്പോഴൊക്കെ പാളിപ്പോകാറുണ്ട്. എന്നാലും അതൊരു രസം തന്നെയാണ്. ഞാൻ പുതിയ പുതിയ ഡിഷ് എനിക്ക് കഴിച്ച് ഇഷ്ടപ്പെടുന്ന ഡിഷസൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടെ ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഒരബദ്ധം ചെയ്തത്, ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തു പോയി. അത് അവസാനം ചേർക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം ഗ്രീൻ പീസും കൂടെ ചേർത്ത് നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം 1 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിലിന് വേവിക്കുക. അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്നു, ആവിയൊക്കെ നല്ല രീതിയിൽ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി ഉപയോഗിച്ച് ഉടച്ചെടുക്കണം കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊട്ടറ്റോ മാഷറോ അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ തവിയേ ഉള്ളൂ, അത് വെച്ചാണ് ഞാൻ ഉടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര നീറ്റായിട്ട് എനിക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഗ്രീൻ പീസും. അപ്പോൾ എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഉടച്ച് വെക്കുക. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച്, നമ്മൾ മസാല ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. അതുപോലെ തന്നെ 50 ഗ്രാം ബട്ടറും ചേർക്കുക. ബട്ടറൊക്കെ ഉരുകി വരുമ്പോൾ ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള കൂടെ ചേർക്കാം. സവാള ഒരുപാട് വാടുവൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായാൽ മതി. ആ സമയത്താണ് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കേണ്ടത്. പക്ഷേ ഞാനത് മുന്നേ കഷ്ണങ്ങളിൽ വേവിക്കുമ്പോൾ ആഡ് ചെയ്തത് കാരണം ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ വഴറ്റിയ ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും പാവ് ഭാജി മസാല 2 ടേബിൾ സ്പൂണും ചേർക്കാം. അതിന് ശേഷം നല്ല രീതിയിൽ 1 മിനിറ്റ് മിക്സ് ചെയ്യുക. ഒരു തക്കാളി കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നമ്മൾ കഷ്ണം വേവിക്കുമ്പോഴും ഉപ്പിട്ടാണ് വേവിച്ചത്, അത് ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്
നമ്മൾ കഷ്ണത്തിൽ ആഡ് ചെയ്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്കും ആഡ് ചെയ്യുക. നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് കൂടെ ചേർക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആവശ്യമായ വെള്ളം കൂടെ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ കഷ്ണം വേവിച്ച കുക്കറിൽ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. തിള വന്നതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് 1-2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർക്കാം. അതുപോലെ തന്നെ 1 ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവി വേണ്ടവർക്ക് ഈ ഒരു സമയത്ത് എടുക്കാം. കുറച്ചുകൂടെ തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ ഒന്നും കൂടെ തിക്കാക്കി എടുക്കാം. അതിനുശേഷം 2 ടീസ്പൂണ് കസൂരി മെത്തി കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുക. നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആ ഒരു കസൂരി മെത്തി കൂടെ ഇടുമ്പോഴാണ് കിട്ടുക. ശേഷം കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കാം. ഞാൻ ഏതാണ്ട് ഈ പാകത്തിനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഇത് കുറുക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് പാവൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ പാവ് ഭാജിയുടെ ബന്ന് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ബട്ടർ തടവുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് പാവ് ഭാജി മസാല കൂടെ ആഡ് ചെയ്യണം. പാവ് ഭാജി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ കടകളിൽ നിന്ന് നമുക്ക് പാക്കറ്റ് പാവ് ഭാജി മസാല വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബന്ന് 2ആയി കീറി ഇങ്ങനെ വെച്ച് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബന്നും ഇതുപോലെ വെച്ച് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പാവ് ഭാജി മസാല റെഡിയായി. ചൂടോടെ ഇത് കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഓനിയനൊക്കെ അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ആ പച്ച ഓനിയനൊക്കെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.